Can we have the second poll questions? Yeah, sure. നമ്മൾ ചോദിച്ചത് ഒരു കെയർ ഗിവറിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ആൻഡ് ആസ്പെക്ട്സ് എന്താണെന്നായിരുന്നു. ഇവിടെയും മൾട്ടിപ്പിൾ ചോയ്സസ് ആവാം ആൻഡ് ഓൾ ഓഫ് ദം വെയർ പോസിറ്റീവ് വാല്യൂസ് ദറ്റ് വി പുട്ട് ഇൻ. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പം ഒരു റാങ്കിങ് ഒക്കെ ആവശ്യമായിരുന്നു എന്നും പറഞ്ഞു. ബട്ട് വിതൗട്ട് എനി ഫേർദർ എക്സ്പ്ലനേഷൻ ഇറ്റ് ഇസ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഇമോഷണൽ ക്വാളിറ്റീസാണ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് റാങ്ക് ചെയ്തിരുന്നത്. കമ്പാഷൻ, എംപതി, പേഷ്യൻസ്, ഇത് ഒരു അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാനായിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ 83% said okay that is more important. And professional competence came in next. അവർക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം, അവർ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. 71% said that is the next requirement. മൂന്നാമത്തേത് റിലയബിലിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് ആണ്. ഇത് ട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ഞാൻ കെയർ ഗിവേഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ട്രസ്റ്റ് പോയാൽ എല്ലാം പോകും. എന്നെ സംശയിക്കുന്ന ഒരു പേഷ്യൻ്റ് അല്ലെ അവരുടെ ഫാമിലിയോ ഉണ്ടെങ്കിൽ ഇറ്റ്സ് സോ വെരി ഡിഫിക്കൽട്ട് ടു വർക്ക് ദെയർ. ഐ ഹാവ് ഹാഡ് സിറ്റുവേഷൻസ് വേറിൻ കെയർ ഗിവർ എന്നെ വിളിച്ച് സാറേ ഇപ്പം ഇവിടുന്ന് എന്നെ മാറ്റിയേക്കണം. ഒരു വിശ്വാസമില്ലാത്ത മനുഷ്യരാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല, എന്നെ ഇപ്പം മാറ്റിക്കൊള്ളു. ദ സെയിം പ്ലേസ് ഐ ഹാഡ് അനദർ കെയർ ഗിവർ ഗോ ബൈ ആൻഡ് ഹീ സോർട്ടഡ് ഇറ്റ് ഔട്ട് സോ ബ്യൂട്ടിഫുള്ളി. അപ്പോൾ അതൊന്നും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് സിംഗിൾ വേറിൻ ഒരു ഫാമിലി ഇൻഡിവിജ്വൽ ഹൗസിൽ താമസിക്കുന്നു, ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അവിടെ ഹസ്ബൻഡിനാണ് കെയർ കൊടുക്കുന്നത്. നമ്മുടെ ആൾ ചെന്നു, സെക്കൻഡ് ഡേ ഒക്കെയാണ്. അപ്പം സോ ഒബ്വിയസ്ലി ദ ഫാമിലി വുഡ് വോണ്ട് ടു നോ, വൈഫ് വുഡ് വോണ്ട് ടു നോ വെദർ ഹീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിം വെൽ ഓർ നോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടിൻ്റെ പുറത്തൂടെ ജനലിൽ കൂടെ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. അമ്മ ഒളിഞ്ഞു നോക്കുകയാണ് ഇങ്ങനെ വീടിൻ്റെ ഇവൻ ചെയ്യുന്നുണ്ടോ എന്ന് ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് പ്രോപ്പറായിട്ട്. This was an insult for him. He couldn't bear it and immediately he called me up and said, I want to get out of this place. ഇപ്പം എന്നെ സാർ ഇവിടുന്ന് മാറ്റിക്കോ. I had another person go by. He is a very mature caregiver who loves caregiving. മണിയേക്കാളും കൂടുതൽ അത് ആഗ്രഹിക്കുന്ന ആൾ വന്നു. വിതിൻ മിനിറ്റ്സ് ഹി സോർട്ടഡ് ഇറ്റ് ഔട്ട്. ഇതേ അമ്മ തന്നെയാണ്, അമ്മ ഇത് തന്നെയാണ് ചെയ്യുകയും ചെയ്യുന്നത്. അമ്മ അതുപോലെ തന്നെ വന്നു. ഇതേപോലെ അമ്മ എന്തിനാണ് അവിടെ നിന്ന് നോക്കുന്നത്? അമ്മ ഇവിടെ വന്നോളൂ, റൂമിൽ ഇങ്ങോട്ട് വന്നോളൂ, എന്നോട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അതോടെ അമ്മയുടെ സംശയം തീർന്നു. അമ്മ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ചെയ്യാം. സോ ഇറ്റ് വാസ് ഓൾസോ ഏർണിങ് ഹെർ ട്രസ്റ്റ്, ഒരു ഇൻഡയറക്ട്ലി ഏർണിങ് ഹെർ ട്രസ്റ്റ് ആൻഡ് ബിയോണ്ട് എനിത്തിങ് immediately within seconds it got sorted out. Some of these challenges may seem challenges, sometimes it is most important that we are forthright in telling them and articulating our concerns. അത് അറിയിച്ച് പലപ്പോഴും സൊല്യൂഷൻസ് ഉണ്ടാകുന്നു എന്ന് കാണുന്നു. I thought okay, I'll share this. I do share it with the trainees when they come on board. Okay. റാണി വിനോദ്. റാണി കെയർ ഗിവിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് റാണിയുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് പറയണം നമ്മൾ അറിയാനായിട്ട്. കെയർ ഗിവിങ്ങിന് വരുന്നതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത്, എന്താണ് ക്വാളിഫിക്കേഷൻസ് എന്നും ഗാർഡിയൻ ഏഞ്ചിൽ വന്നു കഴിഞ്ഞിട്ട് ഇത്തരം ഒരു ഫ്രം എ പെർസ്പെക്റ്റീവ് ഓഫ് ഇമോഷണൽ ക്വാളിറ്റീസ് ദാറ്റ് ആർ റിക്വയർഡ്, പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, ഈ റിലയബിലിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് ഡെവലപ്പ് ചെയ്യാൻ എന്താണ്, ഹൗ ഇഫ് വി ഹവ് ഹെൽപ്ഡ് അറ്റ് ഓൾ അത് പറയാൻ പറ്റുന്നു, എന്താണ് ആഗ്രഹിക്കുന്നതെന്നും പറയാൻ പറ്റുക. ഓക്കെ, ദെൻ യു ക്യാൻ ആഡ് എനിത്തിങ് മോർ. നമസ്കാരം. ആക്ച്വലി എൻ്റെ മലയാളം പോരാ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. എൻ്റെ സ്കൂൾ സ്റ്റഡീസ് എല്ലാം തമിഴ്നാട്ടിലായിരുന്നു. ഞാൻ ഇവിടെ 10 years ആയി. ആക്ച്വലി മദർ ടങ് മലയാളമാണ്, പക്ഷെ സംസാരം എൻ്റെ കുറച്ച് തെറ്റിരിക്കാൻ ക്ഷമിക്കണം. ഓക്കെ. ആക്ച്വലി എൻ്റെ ക്വാളിഫിക്കേഷൻ BSc കമ്പ്യൂട്ടർ സയൻസാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് ചെയ്തത്, ട്രിച്ചിയിലാണ് പഠിച്ചത്. എനിക്ക് പെട്ടെന്ന് ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ആക്ച്വലി എനിക്ക് ഇതുപോലെ ഒരു കെയർ ഞാൻ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വേറെ ഏജൻസിയിലാണ് ജോലി ചെയ്തിട്ട് ഇത് എനിക്ക് എനിക്ക് ഞാൻ ഗ്രോ ആകാൻ ഒന്നും ഒരു സ്കില്ല് ഒന്നും ഇല്ലാതിരുന്നു. ദെൻ ഞാൻ ഗാർഡിയൻ ഏഞ്ചിനെ ഞാൻ കുറേ കണ്ടിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നി ഇത്രയും ഒരു
ഇതുണ്ട്. ആക്ച്വലി ഇവിടുത്തെ ട്രെയിനിങ് വന്ന് സുമി മാം, ചിത്ര മാം ആൻഡ് ദെൻ മേഴ്സി മാം ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് ഒരു കെയറിനെ കുറച്ച് ഞാൻ മനസ്സിലാക്കി എടുത്ത് ഇത്രയും ഉണ്ടാ. ഒരു വേർഡ് ഡെത്ത് കെയർ, കെയറിൽ ഡെത്ത് കെയർ ഉണ്ടാ. ഞാൻ ഇവിടെ വന്നാണ് പഠിച്ചത്. കെയർ കൊടുക്കാൻ എനിക്കറിയാം. ഡെത്ത് കെയർ എന്ന് പറയുന്ന ഒരു കെയറ് ഞാൻ ഗാർഡിയൻ ഏഞ്ചലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു ഡെത്തിന് ഒരു കെയർ ഉണ്ട് അറിയാമോ. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ പോയി ഡെത്തിന് ഒരു കെയർ ഉണ്ട്. സോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അങ്ങനെയാണോ എൻ്റെ മോനോട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ മോനെ അതിനൊരു കെയർ ഉണ്ട്. നമ്മൾ വിചാരിച്ചാൽ മരിച്ചവരെ എനിക്ക് അറിഞ്ഞവരെ മരിച്ചപ്പോൾ തന്നെ അവരുടെ ഐസ് ഒന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ തുറന്നിരിക്കും അത്രയും. പിന്നെ അതിന് ശേഷം എനിക്ക് ഇതിൽ ഗാർഡിയൻ ഏഞ്ചലാണ് പഠിച്ച് കുറേ അതിൽ കാര്യങ്ങളുണ്ട്, അങ്ങനെയാണ് പഠിച്ചത്. ദെൻ ഇപ്പം പിന്നെ ഗാർഡിയൻ ഏഞ്ചലിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്നെ വന്ന് അവർ ഒറ്റയ്ക്ക് വിട്ടില്ല. എനിക്ക് ട്രെയിനിങ് കൊടുത്ത ശേഷം ആഫ്റ്റർ ട്രെയിനിങ് വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് കെയർ, എന്നാൽ കെയറിലേക്ക് പോകുമ്പോൾ അവർ അവിടുത്തെ കമൻസ്മെൻറ്റ് കഴിഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ എന്നോട് ചെയ്തു. അപ്പോൾ എനിക്ക് ട്രസ്റ്റ് ചെയ്ത് ഐ എം സപ്പോർട്ടഡ്, ഐ എം നെവർ അലോൺ. എനിക്ക് ഒറ്റപ്പെട്ടില്ല. അവർ എല്ലാ ഡീറ്റെയിൽസും ഫാമിലി ഡീറ്റെയിൽസ്, ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസും, പേഷ്യൻ്റ് ഇങ്ങനെയാണ്, രാവിലെ ഇതാണ് കഴിക്കും, ഇതാണ് മെഡിസിൻസ്, ഒരു പക്ക എനിക്ക് എല്ലാം കൊടുത്തു. പെട്ടെന്ന് പോയി ഇതാണ് എൻ്റെ കെയർ ആണ്, ഇതാണ് ചെയ്യാൻ എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അവരുടെ ഒவ்வொரு കാര്യങ്ങൾ. ദെൻ എവറി മന്ത് എൻ്റെ സൂപ്പർവൈസർ, എൻ്റെ കോർഡിനേറ്റർ, എൻ്റെ ആൻ്റണി സാർ കോർഡിനേറ്റർ എന്നെ എന്ത് ചെയ്താലും എന്നെ എപ്പോഴും ആൻ്റണി സാർ പറയും നിന്നെ കൊണ്ട് പറ്റും ഞങ്ങളുടെ സാർ കോർഡിനേറ്റർ. താങ്ക് യു സാർ. ആൻഡ് എന്നെ ആഷ്ന മാഡം, എൻ്റെ സിസ്റ്റർ. ഞാൻ ആൾസോ ഐ ട്രെയിൻ മദർ ആൻഡ് ബേബി കെയർ. ഐ എം വെരി പ്രൗഡ്. എൻ്റെ അമ്മ പറയുന്നോട് നിന്നെയും കുളിപ്പിച്ചിട്ടില്ല, നിൻ്റെ കൊച്ചിനെയും ഞാൻ കുളിപ്പിച്ചിട്ടില്ല. എൻ്റെ അമ്മുമ്മയാണ് എന്നെയും എൻ്റെ കൊച്ചിനെയും കുളിപ്പിച്ച്. ബട്ട് ഞാൻ ഒരു മൂന്ന് ദിവസമായ കൊച്ചിനെ ഞാൻ 7 പിള്ളേരെ എൻ്റെ കയ്യിൽ കുളിപ്പിച്ചിട്ടുണ്ട്. അവർക്കും ഞാൻ കെയർ കൊടുത്തിട്ടുണ്ട്. അതിന് വെരി പ്രൗഡ് ഞാൻ ഫീൽ ചെയ്യുക. അപ്പോൾ അതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആഷ്ന സിസ്റ്ററാണ്. ദെൻ എൻ്റെ കോർഡിനേറ്റർ റിക്സു സിസ്റ്റർ, ദീപു സാർ. എനിക്ക് ഒരു ഡെത്ത് കെയർ ഞാൻ ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ ഒഫീഷ്യൽ. അതിന് ഗാർഡിയൻ ഏഞ്ചലിന് താങ്ക് പറയുക. ബിക്കോസ് എൻ്റെ വീടിന് അടുത്ത് ഒരു അപ്പൂപ്പൻ മരിച്ചു. അവർക്ക് എന്താ ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒന്ന് കാണണ്ടേ, മരിച്ചു പോയി അവരെ കാണാൻ പറ്റില്ല. കല്യാണത്തിന് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ഡെത്തിന് പോകണം, എന്നാൽ നീ കാണാൻ പറ്റില്ല അവരെ. സോ ഞാൻ പോയി കണ്ടിട്ട് വരാൻ പോയപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പോയിട്ട് എനിക്ക് അവരുടെ വീട്ടിൽ എന്തൊക്കെ തിങ്സ് ഉണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നു. ജസ്റ്റ് ഗോസ്പീസ് എടുത്ത് ഇവിടെ ഒരു ഹോളിട്ട് ഇവിടെ ഒരു ഇതൊക്കെ നീ എവിടെ പഠിച്ചു? എൻ്റെ നെയ്ബർക്ക് അറിയത്തില്ല ഈ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയാം, പക്ഷേ ആർക്കും അറിയത്തില്ല ഞാൻ ഈ ഡ്യൂട്ടി ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര ഈ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പ്രൗഡ് ചെയ്യുക, കെയർ ഗിവർ ആയിരിക്കണം. എനിക്ക് ഭയങ്കര പ്രൗഡ്. ബിക്കോസ് പമില മാം സംസാരിക്കുമ്പോൾ എന്നോട് ഇപ്പോൾ മാം പറഞ്ഞു അവരുടെ സിസ്റ്റർ ബാത്റൂമിൽ നിന്ന് എണിക്കുമ്പോൾ എല്ലാം ഉമ്മ കൊടുക്കും, പിന്നെ താങ്ക് പറയണം. അതുപോലെ എനിക്ക് എന്തോരം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്നോട് എത്ര പ്രാവശ്യം മോഷൻ ക്ലീൻ ചെയ്യും മോളെ താങ്ക് യു, അങ്ങനെയൊക്കെ എന്തോരം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അത് മതി എനിക്ക്, വെറുതെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ഞാൻ കുറേ ഞാനിത് ഗാർഡിയൻ ഏഞ്ചലിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്താ മദർ ആൻഡ് ബേബി കെയറിൽ സാർ പറഞ്ഞു ട്രസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റാണ് ചെയ്ത മദർ ആൻഡ് ബേബി കെയറിൽ. ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു എന്നോട് റാണി എൻ്റെ കൊച്ച് ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കണം, അങ്ങനെ ഒരു 5 days എന്നോട് പറഞ്ഞു. പിന്നെ ദെൻ അവർ 2 പേര് സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. ഹസ്ബൻഡ് വൈഫ് എന്നെ ട്രസ്റ്റ് ചെയ്ത് റാണിയല്ലേ അത് നോക്കിക്കോളും, ഓക്കെ. അങ്ങനെ മദർ ഫീഡ് കുറച്ചായിട്ട് അവർ മദർ ഫീഡ് നിർത്താൻ തുടങ്ങി. ഞാൻ ഫീഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ മദർ ആൻഡ് ബേബിക്ക്. അവരെന്നോട് പറഞ്ഞു റാണി ഒരുപാട് നന്ദിയുണ്ട്, അത് മതി എനിക്ക്. അവർ എന്നെ ട്രസ്റ്റ് ചെയ്ത് എന്നെ ഈ ഫീൽഡിലേക്ക് വിട്ട്. പിന്നെ ഇപ്പം എനിക്ക് ഗാർഡിയൻ ഏഞ്ചലിൽ ഭയങ്കര ഇഷ്ടം ആലിയ കെയർ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അത് എനിക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഒவ்வொரு പേഷ്യൻ്റെ പ്രഷറും ഷുഗറും നമ്മൾ ആക്ച്വലി മാനുവലായിട്ട് എഴുതിക്കൊണ്ടുവന്ന്. പിന്നെ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം വന്നതിന് ശേഷം ഇപ്പം ഒരു ക്ലയൻറ്റ് റാണി അച്ഛൻ്റെ ഷുഗർ ഇന്നലെ എത്രയായിരുന്നു ഇന്ന് എത്രയായിരുന്നു പെട്ടെന്ന് എൻ്റെ ഫിംഗർ ടിപ്സിൽ പെട്ടെന്ന് എടുത്ത് എന്നെ ആലിയ കെയർ സോഫ്റ്റ്വെയർ പെട്ടെന്ന് എടുത്ത് സാർ ഇന്നലെ ഇത്രയായിരുന്നു ഇന്ന് ഇത്രയായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരിത് കിട്ടി. ദെൻ പിന്നെ സാറ് പുതിയതായിട്ട് കൊണ്ടുവന്ന സ്കിൽ പ്രോഗ്രാം വെരി 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 യൂസ്ഫുൾ. ബിക്കോസ് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ 2 years ഡ്രൈവിംഗ് ടച്ചില്ലെങ്കിൽ
നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഈ സ്കിൽ പ്രോഗ്രാം റിഫ്രഷിംഗ് പ്രോഗ്രാം വന്ന് ജസ്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. റിമൈൻഡ് ചെയ്യാൻ വെച്ച് നേരത്തെ നാം പഠിച്ചിട്ടുണ്ടാവും ട്രെയിനിങ്ങിൽ ട്രക്കസ്ട്രോമിക് കെയർ എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോമിക് കെയർ എങ്ങനെ ചെയ്യണം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ 2 years ഞാൻ ഒരേ ലെവൽ 1 പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലെവൽ 3 ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് എനിക്ക് ചെയ്തപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. പുതുതായിട്ടല്ല ഈ സ്കിൽ പ്രോഗ്രാമും റിഫ്രഷറും വന്നിരിക്കുന്നത്, പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഉള്ളി പ്രോബ്ലംസ് ഇൻ ബിറ്റ്വീനോ അതിൻ്റെ ഒരു ഫോക്കസ് ചിലപ്പോൾ ആണെങ്കിൽ വിട്ടുപോകുന്നു. ആൾക്കാരെ നമുക്ക് സ്കിൽ ട്രെയിനിങ്ങിന് അപ്പ് സ്കില്ലിങ്ങിന് വേണ്ടി കെയറിൽ നിന്ന് എടുക്കാനായിട്ട് ചിലപ്പോൾ ക്ലയൻസ് വിൽ സേ നോ, ആളെ എടുക്കാൻ പാടില്ല, അവർ ദേ കംഫർട്ടബിൾ വിത്ത്. ചിലപ്പോൾ നമുക്ക് വേറെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാനില്ല. അതൊക്കെ കൊണ്ടായിരുന്നു. നൗ വി ഹവ് ആക്ച്വലി ഗിവൺ എ മോർ ഫോക്കസ് ഓൺ ഇറ്റ് ആൻഡ് ദാറ്റ് ഇസ്